ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. ഏത് ബബ്ബെ? തിലകൻ സാർ പറഞ്ഞ ബബ്ബല്ല, നമ്മുടെ ദിലീപ് ഏട്ടൻ നായകനാകുന്ന ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ വരുന്ന ബബ്ബ എന്ന സിനിമയുടെ ടീസർ കുറച്ചു മുന്നേ 6 മണിക്ക് റിലീസ് ആയിട്ടുണ്ട്. സോ നമുക്ക് കണ്ടു നോക്കാം. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം ഈ സിനിമയെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാസ്റ്റ് ഉണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ, അങ്ങനെ കുറെ പേരുണ്ട്. പിന്നെ ഐ തിങ്ക് നമ്മുടെ ലിയോ സിനിമയിലെ മറ്റേ ആ പുള്ളി ഉണ്ടല്ലോ, ആ ഒരു സൈക്കോനെ പോലത്തെ കോഫി വെച്ച് വരുന്ന ചോക്ലേറ്റ് കോഫി, ആ ചങ്ങായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ഒരു സൈക്കിക് ക്യാരക്ടേഴ്സ് ആയിട്ട് ആൾക്കാരുടെ ഒരു സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിവേ നമുക്ക് നേരെ ടീസർ കണ്ടു നോക്കാം. സത്യം പറഞ്ഞ ഈ ലോകത്തെ എല്ലാവരും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. ഐ അക്സെപ്റ്റ്. അതൊരു കറക്റ്റ് അല്ലേ? സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവർക്കും കുറച്ചൊരു ഭ്രാന്തുണ്ട്. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദൻ പണ്ടേ പറഞ്ഞിനി. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ ഭ്രാന്ത് ഉണ്ടാവും അല്ലെ? അത് പല വിധത്തിലാണ്. സ്നേഹം കൊണ്ടുള്ള ഭ്രാന്ത്, അങ്ങനെ എന്തൊക്കെയോ പല രീതിക്ക് അതിനെ വ്യാഖ്യാനിക്കാം. ഇനി ആ പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആർക്കും എതിരഭിപ്രായമുണ്ടെങ്കിൽ കമന്റിൽ പറയാട്ടോ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാണേ. വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാസ്. ജനപ്രിയ നായകൻ ദിലീപ്. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും പറക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത. അയ്യോ, കൊള്ളാലോ പരിപാടി. പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സാർ. ഓ, ധ്യാൻ ശ്രീനിവാസൻ, ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ്. യശാൻ റഹ്മാൻ മ്യൂസിക്. എവിടെ നമ്മുടെ ആളെവിടെ? ആ വന്ന്. അയ്യോ, ഓ, I will take you to the miraculous universe of the most wanted person you're searching for. യാ മോനെ, ഇടലൻ ധനഞ്ജയ്. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. കൊള്ളടാ. എന്തായാലും പൊളിച്ച്. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ഐ തിങ്ക് നല്ല കോമഡിയും മാസും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് മൂവിയാണെന്ന് തോന്നുന്നു. കുറെ നാൾക്ക് ശേഷം ദിലീപേട്ട നല്ലൊരു ആക്ഷൻ രംഗം കാണാനുള്ള പ്രതീക്ഷയാണ്. കാരണം റീസെന്റ് ഇറങ്ങിയ ഒരുപാട് പടങ്ങളിൽ ഒരു കോമഡി ആ ഒരു ജോണറിലാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. ചില സിനിമകളൊക്കെ ദിലീപേട്ടൻ്റെ അങ്ങേയറ്റം വെറുപ്പിക്കലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി അതൊരു മിക്സ്ഡ് റിവ്യൂവിൽ പോകുന്നുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും നല്ലതാണ് പറഞ്ഞത്. കേരളത്തിൽ റിവ്യൂവേഴ്സിന്റെ കാര്യം നോക്കണ്ട. അപ്പൊ ഞാനൊക്കെ റിവ്യൂ പറഞ്ഞത് കുറച്ചിട്ടുള്ളത്. ഓക്കെ, സോ റിവ്യൂവിന് പുറമെ ഓരോ കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാട് വ്യത്യാസമാണല്ലോ. സോ സിനിമക്ക് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫാമിലി ഓഡിയൻസിനൊക്കെ ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞ ദിലീപേട്ടനെ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റഡ് ബൈ ധനഞ്ജയ് ശങ്കർ ആൻഡ് റൈറ്റർ ഫാഹിം സഫർ നൂറിൻ ഷെരീഫ്. അറിയാലോ, ആ ടീമിനെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അർമോ ആണ് DOP. മ്യൂസിക് ഷാൻ റഹ്മാൻ നമ്മൾ പറഞ്ഞു. രഞ്ജൻ എബ്രഹാമാണ് എഡിറ്റർ. എന്തായാലും സംഗതി കിട്ടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഒരുപാട് ഈ പറഞ്ഞ പോലെ കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ട്. സോ നല്ലൊരു പടമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ റെഡിൻ കിങ്സ്ലി അതാണ് ആ പുള്ളിയുടെ പേര്. നമ്മുടെ ആ ലിയോത്തെ ക്യാരക്ടർ ചെയ്ത ആ പുള്ളിയുടെ പേര് റെഡിൻ കിങ്സ്ലി എന്നാണ്. ആ പോലീസുകാരനായിട്ട് വന്ന ഫിഗർ പുള്ളിയാണെന്ന് തോന്നുന്നു. കാരണം എനിക്കത്ര അത് ആ ക്യാരക്ടറിന് ഫേസ് അത്ര റിലീസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇതിലും ഡിഫറെന്റ് ആണല്ലോ ക്യാരക്ടർ. എനിവേ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം സിനിമയെ കുറിച്ച് നല്ല രീതിക്കുള്ള ടോക്സ് ഉണ്ടായിരുന്നു. എനിവേ നമുക്ക് എന്തായാലും തിയേറ്ററിൽ തന്നെ സിനിമ കണ്ടു നോക്കാം.
നല്ല സിനിമയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ഈ ടീസറും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ സന്ധിക്കും വരേക്കും വണക്കം.